വി എസ് അനു കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. വി എസ് അനുവിനോട് ആന്റി നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് മേധാവി മനോജ് എബ്രഹാം പ്രതികരിച്ചിരുന്നു. അതായത് അടിവേര് ഓടെ ഇതെല്ലാം പിഴുതുമാറ്റും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതത്ര എളുപ്പമല്ല, ഏറെ ശ്രമകരമായ ദൗത്യം തന്നെയാണ്. അത്രമാത്രം പടർന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാനത്തെ ഈ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ലഹരിയുടെ ഒഴുക്ക് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ സംസ്ഥാനത്ത് നിരവധി ആളുകളെയാണ് കഴിഞ്ഞ ഒരാഴ്ച പിടികൂടിയത് എന്നുള്ളതാണ്. 2854 പേരെ പിടികൂടി എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ ഒരു കണക്ക് തന്നെയാണ്. ഒരാഴ്ചക്കകം ഇത്രയും ആളുകളെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത്. ഒരുപാട് തിരുവനന്തപുരത്താണെങ്കിലും അല്ലെങ്കിൽ ഇന്ന് കൊല്ലത്ത് ഒരു 19കാരൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടിച്ചു മാറ്റിയ ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത, അതും ലഹരിക്ക് അടിമയായ 19കാരൻ എന്നുള്ളത് ഏറ്റവും പുതിയതായിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന വാർത്തയാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്? ഈ ലഹരിയുടെ ഒഴുക്ക് തടയാൻ വേണ്ടി എന്താണ് അധികൃതർ സ്വീകരിക്കുന്ന നിലപാടുകൾ, അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ, വിവരങ്ങൾ നൽകാം. പി എസ് അനു. സ്വാതി, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രൈമുകളുടെ എല്ലാം ഒരു വശത്ത് അത് ലഹരിയുമായി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന എല്ലാ വാർത്തകളും എല്ലാ വിവരങ്ങളും എല്ലാ പോലീസ് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. കാരണം ലഹരിക്കടിമപ്പെട്ട ഒരു സമൂഹം, അത് ലഹരി കൂടുതൽ വ്യാപിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. പോലീസ് ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, അതുകൂടെ നമ്മുടെ ഭരണകൂടമായിക്കോട്ടെ, ഇക്കാര്യം അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെ നമുക്ക് തടയാം, ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരും മറ്റ് സംവിധാനങ്ങളും ആലോചിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരിട കാലം വരെ ഒരു മദ്യമായിരുന്നു ഒരു വലിയ പ്രശ്നമായി നിന്നിരുന്നെങ്കിൽ മദ്യം മാറി അത് കഞ്ചാവ്, അതിനുശേഷം ഇപ്പോൾ MDMA ഉൾപ്പെടെയുള്ള രാസലഹരിയാണ് ഏറ്റവും പ്രധാനമായും ഈ കുട്ടികളിലേക്ക്, യുവാക്കളിലേക്ക്, പ്രത്യേകിച്ച് ഈ 15 വയസ്സ് പോലും തികയാത്ത കുട്ടികളിലേക്ക് ഒക്കെ എത്തുന്നത്. ഈ MDMAയുടെ ഒരു വരവ് അത് നേരത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊറിയർ വഴിയായിരുന്നു എത്തിയിരുന്നത്. അത് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് കൊറിയർ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നു, അത് കേരളത്തിലേക്ക് എത്തുന്നു. ആ കൊറിയർ വഴി എത്തുന്ന സാധനങ്ങളെ പിന്നീട് എക്സൈസ് സംഘം കൂടുതൽ പരിശോധന നടത്തുകയും അത് നിർത്തലാക്കുക, അല്ലെങ്കിൽ ഒരു പരിധിവരെ അത് പിടിക്കപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തിയെങ്കിൽ പിന്നീട് ഇതിൻ്റെ ഈ MDMA ഉൾപ്പെടെയുള്ള ഈ രാസലഹരി ഉണ്ടാക്കുന്നതിന് കുക്കിംഗ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ കുക്കിംഗ് കേന്ദ്രങ്ങളായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഗോവയും ബാംഗ്ലൂരുമാണ്. ഈ രണ്ട് ഇടങ്ങളിൽ ആഫ്രിക്കയിൽ നിന്ന് എത്തുന്ന ആളുകളാണ് ഈ കുക്കിംഗ് പ്രോസസ്സ് നടത്തുന്നത്. അവർ ഈ വാണിജ്യ അളവിൽ MDMA ഉണ്ടാക്കുകയും അത് ഈ വിദ്യാർത്ഥികൾ മുഖേനയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ഈ MDMA എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ അളവ് പോലും അത് ഈ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. ഇത് കടത്തിക്കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ കുട്ടികൾ വളരെ ചെറിയ ഗ്രാമിൽ അവരുടെ അടിവസ്ത്രങ്ങളിൽ, അത് പെൺകുട്ടികളടക്കമാണ് അവരുടെ അടിവസ്ത്രങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. പോലീസിനുള്ള പരിശോധിക്കാനുള്ള ഒരു പ്രതിസന്ധിയും ഈ ഒരു കാര്യമാണ്. കാരണം പെൺകുട്ടികളെ എങ്ങനെയാണ് നമുക്കൊരു ഇങ്ങനൊരു പരിശോധനയിലേക്ക് ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ വരുമ്പോൾ ഇങ്ങനൊരു പരിശോധന നടത്തുക, അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഈ പെൺകുട്ടികളെ ഉൾപ്പെടെയുള്ളവർ ഈ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ ഒളിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന MDMA ഉൾപ്പെടെയുള്ളവ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, ഈ 1 കിലോ MDMAയുടെ വില അത് 4 കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ ഇങ്ങനെയുള്ള DJ പാർട്ടികൾ, ഇങ്ങനെയുള്ള ഫെയർവെൽ പാർട്ടികൾ, ഇവരുടെ ഈ രാസലഹരി ഉപയോഗിക്കുന്ന പാർട്ടികളിൽ ഇവർ ആദ്യം ഇപ്പോൾ ഒരു 10 ഗ്രാം ഇത്ര ലക്ഷം രൂപയ്ക്കായിരിക്കും അല്ലെങ്കിൽ ഇത്ര 1000 രൂപയ്ക്കായിരിക്കും വിൽക്കുക. ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ ഈ പറയുന്ന ട്രിപ്പ് നമ്മൾ ഒരു ഓൺ മൂഡായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കുന്ന കുട്ടികൾ പറയുന്നത്. ഈ ഓൺ മൂഡ് ഇങ്ങനെ ഈ മണിക്കൂറുകൾ നിൽക്കും. അതിനുശേഷം അതിൻ്റെ ഈ പറയുന്ന ലഹരി കുറഞ്ഞു വരുമ്പോൾ അടുത്തത് ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് വിറ്റുപോകുന്നത്. ആ സമയത്ത് ഇതിൻ്റെ ഡിമാൻഡ് അവർ കൂട്ടും. ആ സമയത്ത് ലക്ഷങ്ങൾ കൊടുത്ത് കുട്ടികൾ വാങ്ങുന്നതിന് വേണ്ടി തയ്യാറാകും. അങ്ങനെയാണ് ഈ പൈസയ്ക്ക് വേണ്ടി വീടുകളിൽ കുട്ടികൾ പ്രശ്നമുണ്ടാക്കുന്നത്, അവർ മോഷണത്തിലേക്ക് എത്തുന്നത്, അവർ മറ്റ് അതിക്രമങ്ങളിലേക്കൊക്കെ കടക്കുന്നത്. ഇത്തരം കൂടുതൽ വിലയ്ക്ക് ഈ സാധനം വാങ്ങുന്നതിന് വേണ്ടിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് പോലീസിന് ഇപ്പോഴും ഒരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഇത് പോലീസ് മാത്രം ശ്രമിച്ചത് കൊണ്ടോ ഒന്നും നടക്കില്ല. അവിടെ വിദ്യാഭ്യാസ വകുപ്പായിക്കോട്ടെ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇന്ന് ADGP മനോജ് എബ്രഹാം നമ്മളോട് സംസാരിച്ചതുപോലെ ഇത് ഏതൊക്കെ തരത്തിൽ നിർത്തലാക്കാൻ കഴിയും, അതിന് വലിയൊരു സാമൂഹ്യ അവബോധം വേണം, അതിന് വലിയ ക്യാമ്പയിൻ വേണം, അതിന് മാധ്യമങ്ങളടക്കം തയ്യാറാകണമെന്ന് മനോജ് എബ്രഹാം നമ്മളോട് പറഞ്ഞു. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി സംസാരിച്ച ചടങ്ങിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഇപ്പോൾ ഞെട്ടിക്കുന്ന
ക്രൈം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് പോലീസിനെ കൊണ്ട് മാത്രം തടയാൻ കഴിയുന്നതല്ല. ഇത് പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന നടത്തി പഠനങ്ങൾ നടത്തി ഇതെങ്ങനെ നിർത്തലാക്കാൻ കഴിയും എന്ന് പരിശോധിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് മനോജ് എബ്രഹാം ഇന്ന് നമ്മളോട് സംസാരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സിനിമ, പുതിയ ഗെയിമുകൾ ഇതൊക്കെ വഹിക്കുന്ന പങ്ക്, ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് നിർത്തലാക്കാൻ കഴിയും. അത് തന്നെയാണ് VS ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മുടെ 3 ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടർമാർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത് കേവലം പോലീസിനെയോ എക്സൈസിനെയോ കൊണ്ട് മാത്രം ഇതിൽ തടയാൻ സാധിക്കുകയില്ല. ഇന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ കേരളത്തിലുള്ള ഓരോ പൗരനും ഇതിൽ പങ്കാളികളാവുക, ഒത്തൊരുമിച്ച് ഇതിനെതിരെ പോരാടിയാൽ മാത്രമേ നമ്മളുടെ യുവതയെ, നമ്മളുടെ കുട്ടികളെ ഇതിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. സ്കൂൾ കുട്ടികളെ അടക്കം കൊടിയ കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട ലോകത്തേക്ക് തള്ളിവിടുന്ന ലഹരി ഉപയോഗത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ന്യൂസ് മലയാളത്തിലൂടെ പുറത്തുവിട്ടത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ചോക്ലേറ്റിനുള്ളിൽ ലഹരി ചേർത്ത് അത് പെൺകുട്ടികൾക്ക് നൽകി ചൂഷണം ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മനഃശക്തി പരിശോധിക്കാനായി നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ, ഇതെല്ലാം ഞെട്ടിക്കുന്നതാണ്. ആ കണ്ട ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു. അതിലെല്ലാം പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഞെട്ടലോട് കൂടി അല്ലാതെ ആ ദൃശ്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ VS സൂചിപ്പിച്ചതുപോലെ, മനോജ് എബ്രഹാം പറഞ്ഞതുപോലെ, അത് എല്ലാവരും അതിൽ പങ്കാളികളാകുക, അതിൽ കൃത്യമായിട്ടുള്ള പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഇടപെടൽ വരിക, ബോധവൽക്കരണം ഉണ്ടാകുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരേ മനസ്സോടെ ചെയ്താൽ മാത്രമേ ഇതിൽ നിന്നും കൃത്യമായ ഒരു മുക്തി ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. വരും ദിവസങ്ങളിൽ എല്ലാവരും ഒത്തൊരുമിച്ച് അതിനായി പോരാടുക എന്നുള്ളതാണ് ഇതിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം.